സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഈ കഴിഞ്ഞ ദിവസം നിങ്ങളുടെ അടുത്തൊരു കാര്യം പറയുകയുണ്ടായി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സതീശൻ എന്ന് പറയുന്നൊരു മനുഷ്യൻ മുഖ്യമന്ത്രിയായിട്ട് ആദ്യമായിട്ട് സത്യപ്രതിജ്ഞ ചെയ്തതിന് ശേഷം അദ്ദേഹം പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. അദ്ദേഹം മുന്നിലേക്ക് വെച്ചിട്ടുള്ള കുറച്ച് വാഗ്ദാനങ്ങൾ പാലിക്കുമെന്നുള്ള കുറച്ച് കാര്യങ്ങളായിരുന്നു പറഞ്ഞത്. അതായത് ആദ്യം തന്നെ ആശമാരുടെ വേതനം 3000 രൂപയായിട്ട് കൂട്ടി എന്നാണ് പറഞ്ഞത്. പിന്നീട് പറഞ്ഞൊരു കാര്യം KSRTC ബസ്സുകളിൽ ജൂൺ 15-ാം തീയതി മുതൽ സൗജന്യ യാത്ര, സ്ത്രീകൾക്ക് സൗജന്യ യാത്ര എന്നുള്ളത് ആദ്യമേ പറഞ്ഞിരുന്നുവെങ്കിലും ജൂൺ 15-ാം തീയതി മുതലാണ് സൗജന്യ യാത്ര നടപ്പിലാക്കാൻ പോകുന്നതെന്നാണ് പിന്നീടൊരു വാർത്തയിൽ അദ്ദേഹം പറയുന്നത് ഞാൻ കണ്ടത്. മെയ് 15-ാം തീയതി മുതൽ നടപ്പിലാവേണ്ട ഒരു വാഗ്ദാനം അത് വീണ്ടും ഒരു മാസം കൂടി എക്സ്റ്റെൻഡ് ചെയ്തിട്ടാണ് പിന്നീട് നടപ്പിലാക്കിയത്. അപ്പോൾ ഞാൻ ഇന്ന് കണ്ടൊരു പോസ്റ്റ് ഉണ്ടായിരുന്നു. ഇന്ന് കണ്ട പോസ്റ്റും ബാക്കിയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളുടെ അടുത്ത് ഒരു ക്യാമ്പയിൻ എന്നോണം നടക്കുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്: ഓണറേറിയം 21,000 രൂപ ആക്കാതെ ചർച്ചയ്ക്ക് പോലും ഇല്ല എന്ന മിനിയുടെ വാശി മാത്രമായിരുന്നു ആശാസമരം ഒത്തുതീർപ്പാക്കാതെ പോയതിന് കാരണം. വെറും 3000 രൂപ മാത്രമാണ് സതീശന്റെ മന്ത്രിസഭ വർദ്ധിപ്പിച്ചത്. 3000 കൊണ്ട് മിനി തൃപ്തിയായി, അല്ലെങ്കിൽ മിനി തൃപ്തയായി. ഇപ്പോൾ തെളിഞ്ഞില്ലേ സൂസി മിനി നടത്തിയ സമരം രാഷ്ട്രീയ സമരം മാത്രമായിരുന്നുവെന്ന്. വാഗ്ദാനങ്ങൾ ഒന്നുപോലും നടപ്പിലാക്കാനായില്ല. VD സതീശൻ ആശമാർക്ക് കൂട്ടിയത് വെറും 3000 മാത്രമെന്ന് പറഞ്ഞുകൊണ്ട് ആ പോസ്റ്റിൽ വരുന്നൊരു കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട്. അതോടെ ഞാൻ വായിച്ച് കേൾപ്പിക്കാം. വനിതകൾക്ക് കൊടുത്ത വാക്ക് KSRTC സൗജന്യ യാത്രയും അടുത്ത മാസത്തിൽ നടപ്പിലാക്കുമെന്നൊരു വാക്ക് കൊണ്ട് ഒതുക്കി. 25 ലക്ഷം രൂപയുടെ വ്യക്തിഗത ഇൻഷുറൻസ് പരിരക്ഷ എന്നതിൽ ഒരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല സതീശൻ. കേരളത്തിലെ ജനങ്ങൾ ഇനിയും പഠിക്കാൻ പോവുകയാണ്. BJP ഭരണം കിട്ടിയതോടെ തിരുവനന്തപുരം നഗരസഭയിലെ ജനങ്ങൾ നല്ല പാഠങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നെല്ലിൻ്റെ ഇടയ്ക്ക് കയറുമ്പോൾ ചിലർക്ക് അങ്ങനെ കുത്തിക്കഴിപ്പ് തുടങ്ങും എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഒരു പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത്. ആ പോസ്റ്റിൽ പറയുന്നത് വളരെയധികം വ്യക്തമായിട്ടുള്ള കാര്യം തന്നെയാണ്. അതായത് 12,000 രൂപ അല്ലെങ്കിൽ 20,000 രൂപയ്ക്ക് മുകളിൽ വേണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പറയുന്ന മിനി എന്ന് പറയുന്ന ഒരാൾ, ആശമാരുടെ അവരുടെ കൂടെ നിൽക്കുന്ന ഒരാൾ, അവരുടെ മെയിൻ നേതാവെന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും, പുള്ളിക്കാരി കിടന്ന് മെഴുകിക്കൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ സതീശൻ്റെ പാർട്ടി വെറും 3000 രൂപ മാത്രം കൊടുക്കാമെന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ കോൺഗ്രസ് വെറും 3000 രൂപ മാത്രം കൊടുക്കാമെന്ന് പറയുമ്പോൾ, ആദ്യഘട്ടമായിട്ട് 3000 രൂപ കൊടുക്കാമെന്ന് പറയുമ്പോൾ അതിനെ എഗ്രി ചെയ്തുകൊണ്ട് വലിയൊരു പ്രശ്നമൊന്നുമില്ല, ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നു, ഞങ്ങൾക്കിത് ഓക്കെ ആണെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന മിനിയാണ് നമ്മൾ കാണുന്നത്. അതിൽ തന്നെ നമുക്ക് ഈ ഒരു രാഷ്ട്രീയ കളികൾ എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവില്ല. ഒരു PR ആണ് ശരിക്കും പറഞ്ഞാൽ. ഒരു നല്ല രീതിയിൽ പണിയെടുത്തൊരു PR തന്നെയാണ് ആശമാരെന്നുള്ളത് നമുക്ക് മാറ്റി പറയേണ്ട ഒരു സാഹചര്യത്തിലേക്ക് ഇന്നിപ്പം വിഷയങ്ങൾ വന്നിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞത് ആശമാർക്ക് വേണ്ടി വേതനം കൂട്ടി, അതേപോലെ തന്നെ ഒരുപാട് നാളുകളായിട്ട് പിണറായി വിജയൻ എന്ന് പറയുന്നൊരു മനുഷ്യന് ചെയ്യാൻ കഴിയാതെ പോയൊരു കാര്യം VD സതീശൻ എന്ന് പറയുന്നൊരു മനുഷ്യന് കഴിഞ്ഞു എന്നൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. എന്നാൽ അതിലെയും ചില കളികളൊക്കെ ഇങ്ങനെ മനസ്സിലായി വരുമ്പോഴാണ് എന്ത് വൃത്തികെട്ട കളികളായിരുന്നു ഇവർ കളിച്ചതെന്നുള്ളത് നമുക്ക് എടുത്തു പറയാനായിട്ട് സാധിക്കുക. അപ്പം ഞാനൊരു വീഡിയോ കാണാനിടയുണ്ട്. ആ വീഡിയോ നിങ്ങളെ കാണിക്കുന്നതിന് മുൻപ് കുറച്ച് കാര്യങ്ങളുമായിട്ട് ഒരു പോസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു പോസ്റ്റിൽ KK ശൈലജ ടീച്ചറാണ് രംഗത്തേക്ക് വന്നിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ പറ്റി നമ്മൾ ചർച്ച ചെയ്യുകയുണ്ടായി. എന്താണ് മന്ത്രി സജി ചെറിയാൻ എന്ന് പറയുന്നൊരു മനുഷ്യൻ പറയുന്ന കുറച്ച് കാര്യങ്ങൾ. അതായത് പിണറായി വിജയൻ എന്ന് പറയുന്നൊരു മനുഷ്യനെ പറ്റി പാർട്ടിക്കുള്ളിലോ പാർട്ടിക്ക് പുറത്തോ ആർക്കും ഒരു ബുദ്ധിമുട്ടുമില്ല. നിങ്ങൾ മാധ്യമങ്ങൾ കുറച്ച് കാര്യങ്ങൾ വളച്ചൊടിക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾ വളച്ചൊടിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. പിണറായി വിജയൻ എന്ന് പറയുന്നൊരു മനുഷ്യൻ പ്രതിപക്ഷ നേതാവാകണമെന്ന് പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ എടുത്ത തീരുമാനമാണ്. അതെങ്ങനെയാണ് പാർട്ടിക്കുള്ളിൽ തന്നെ ഒരു വൈരുദ്ധ്യം ഉണ്ടാവുന്നത്, അല്ലെ പാർട്ടിക്കുള്ളിൽ തന്നെ എല്ലാ ആളുകൾക്കും അതിനോട് ദേഷ്യമുണ്ടാവുന്നത് എങ്ങനെയാണെന്നാണ് അദ്ദേഹം ചോദിച്ചത്. അദ്ദേഹം ആ ചോദ്യം ചോദിച്ചതിന് പിന്നാലെ ഇന്നിപ്പോൾ KK ശൈലജ എന്ന് പറയുന്ന നമ്മുടെ മുൻ ആരോഗ്യമന്ത്രി രംഗത്തേക്ക് വന്നിരിക്കുകയാണ്. ആ മന്ത്രിയും പറയുന്നത് മുഖ്യമന്ത്രി തന്നെ ആവണം പ്രതിപക്ഷ നേതാവ്, അതിനപ്പുറത്തേക്ക് വേറെ ഒരാളുമില്ല. ഈ KK ശൈലജ എന്ന് പറയുന്ന മന്ത്രിയുടെ ഒരു പോസ്റ്റ്, അല്ലെങ്കിൽ മന്ത്രി പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞുകൊണ്ട് പല ചാനലുകളും, മുഖ്യധാരാ മാധ്യമങ്ങൾ പോസ്റ്റുകൾ പങ്കുവെക്കുകയുണ്ടായി. ആ പോസ്റ്റിലൊക്കെ പറഞ്ഞത് താൻ നിന്ന് ജയിക്കേണ്ട സ്ഥലത്ത് നിന്ന് തന്നെ മാറ്റി വേറൊരു സ്ഥലത്തേക്ക് ഇട്ടത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ധാർഷ്ട്യമാണ്. ആ ധാർഷ്ട്യം ഒന്നുകൊണ്ട് തന്നെയാണ് എനിക്കും പാർട്ടിയിൽ, അല്ലെങ്കിൽ എനിക്കും ഈ പറയുന്ന ഇലക്ഷനിൽ തോൽവി ഏൽക്കേണ്ടി വന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു പോസ്റ്റ് പങ്കുവെക്കുന്നതിൽ കൂടി എന്താണ് ഇവർ ഉദ്ദേശിച്ചത്? സൈബറിടങ്ങളിൽ പിണറായി വിജയനെതിരെ വലിയ ക്യാമ്പയിനുകൾ ഉയരും. ഒന്നിനു പുറകെ മറ്റൊന്നായിട്ട് വരുന്ന ആരോപണങ്ങളെല്ലാം അട്ടിയടിക്കി വെക്കുമ്പോൾ പിണറായി വിജയൻ എന്ന് പറയുന്നൊരു മനുഷ്യനോട് ചെയ്തിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഇല്ലാതെയാവും. ജനങ്ങളുടെ എല്ലാം മനസ്സിൽ പിണറായി വിരുദ്ധത കുത്തിക്കയറ്റാനായിട്ട് സാധിക്കും, ഇൻജക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. പിണറായി വിരുദ്ധത എങ്ങനെയാണ്? പിണറായി വിജയൻ ഒരു ധാർഷ്ട്യക്കാരനായിരുന്നു, കർക്കശ സ്വഭാവമുള്ളവനായിരുന്നു, ഏകാധിപതിയായിരുന്നു എന്നൊക്കെയുള്ള ക്യാമ്പയിൻ, അല്ലെങ്കിൽ എന്നൊക്കെയുള്ള തലക്കെട്ടുകൊണ്ടാണ് ഇവരിങ്ങനെ നടക്കുന്നത്. അങ്ങനെ വരുമ്പോൾ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളൊക്കെ വിചാരിക്കുന്നത് ശരിയാണല്ലോ, മാധ്യമങ്ങളടക്കം ഒന്നടങ്കം ആളുകൾ, സ്വന്തം പാർട്ടിയിലുള്ള ആളുകളടക്കം എല്ലാവരും ഇങ്ങനെയാണല്ലോ പറയുന്നത്, അയാൾ തോൽക്കേണ്ടവൻ തന്നെയായിരുന്നു എന്ന് ചിന്തിക്കും.
നല്ല മനുഷ്യർ ചിന്തിക്കില്ല. എല്ലാം കിട്ടി, എല്ലാം ബോധിച്ചിട്ടുള്ള, എല്ലാ ആവശ്യ കാര്യങ്ങളെല്ലാം നടപ്പിലാക്കാനായിട്ട് സാധിച്ചിട്ടുള്ള അങ്ങനെയുള്ള ജനങ്ങളുടെ മനസ്സിൽ ഒരിക്കലും ഈ രീതിയിലുള്ള ചിന്താഗതികൾ ഉണ്ടാവില്ല. അവരുടെയൊക്കെ മനസ്സിൽ എല്ലാം നേടിയെടുക്കാനായിട്ട് ഈ സർക്കാർ ഉണ്ടായിരുന്നല്ലോ, അതുകൊണ്ടാണ് എല്ലാം നേടിയെടുക്കാനായിട്ട് സാധിച്ചത്, ഈ സർക്കാർ ഇല്ലെങ്കിൽ ഇനി ഒന്നുമില്ല എന്നുള്ള ചിന്താഗതിയായിരിക്കും. അപ്പം അങ്ങനെ ആ കെ ശൈലജ ടീച്ചർ പറയുന്ന ഒരു കാര്യം എന്തായാലും ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഞങ്ങൾക്ക് ആർക്കും ഒരു വിമുഖതയല്ല, ആരോ പടച്ചു വിട്ട കുറച്ച് കള്ളങ്ങളാണ് നിങ്ങളടുത്ത് മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നതാണ് ടീച്ചർ പറയുന്നത്. അത് നമുക്ക് എന്തെങ്കിലും കേട്ടു നോക്കാം. അല്ല, അതിലെന്താ നിങ്ങൾക്ക് സംശയം? കാരണം ഇന്ന് ജയിച്ചു വന്നവരുടെ കൂട്ടത്തിൽ സഖാവ് പിണറായി PB മെമ്പറാണ് പാർട്ടിയുടെ. PB മെമ്പറെ വെച്ചുകൊണ്ട് വേറൊരാളെ പ്രതിപക്ഷ നേതാവാക്കുക എന്ന് പറഞ്ഞാലല്ലേ അസാംഗത്യം? ഞങ്ങൾക്ക് അതിലൊരു അസാംഗത്യം തോന്നിയിട്ടില്ല. പിന്നെ പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്നത് മുഖ്യമന്ത്രി സ്ഥാനത്തിന് തുല്യമല്ലെങ്കിലും അത്രത്തോളം പ്രാധാന്യമുള്ളതാണ് ജനാധിപത്യ വ്യവസ്ഥയിൽ. പ്രതിപക്ഷ നേതാവിന് വലിയ പ്രാധാന്യമില്ല. അതാണ് എന്നെ ഒതുക്കാനോ എവിടെ ഒതുക്കാൻ? അല്ല, നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഞാൻ ഈ പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗമാണ്. ഞങ്ങളുടെ പാർട്ടിയുടെ ഏറ്റവും ഉന്നതമായ സമിതിയാണ് പാർട്ടി കേന്ദ്ര കമ്മിറ്റി എന്ന് പറയുന്നത്. പിന്നെ പോളിറ്റ് ബ്യൂറോ ഒരു അക്പെക്സ് ബോഡി മാത്രമാണ്. തീരുമാനങ്ങൾ കേന്ദ്ര കമ്മിറ്റിയുടേതാണ്. പോളിറ്റ് ബ്യൂറോ ആലോചിച്ച് കേന്ദ്ര കമ്മിറ്റിയിൽ വെക്കുന്ന കാര്യങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനിക്കുന്നത് കേന്ദ്ര കമ്മിറ്റിയാണ്. അപ്പോൾ ഏറ്റവും തീരുമാനമെടുക്കാൻ അധികാരമുള്ള ഉയർന്ന സമിതിയാണ് കേന്ദ്ര കമ്മിറ്റി. നാട്ടിൻപുറത്ത് എവിടെയോ ജനിച്ചു വളർന്ന കെ ശൈലജ CPIM പോലുള്ള ഒരു പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റിയിൽ എത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനപ്പുറത്തേക്ക് ഒരു പോക്കില്ലല്ലോ. അപ്പൊ ഞാൻ പറയട്ടെ, അവിടെ എന്നെ ഒതുക്കിയിട്ടില്ല. കണ്ടില്ലേ, മാധ്യമ പാപ്പരാസികളുടെ വൃത്തികെട്ട പരിപാടികൾ, അല്ലെ മാധ്യമ പാപ്പരാസികൾ കാണിക്കുന്ന തോന്നിവാസങ്ങളാണ് നമ്മളിവിടെ കാണുന്നത്. വെറുതെ ഒരു ക്യാമ്പയിൻ എന്നോണം, വെറുതെ ഒരു PR വർക്ക് എന്നോണം വൃത്തികേടുകൾ കാണിക്കാനും വൃത്തികേടുകൾ ചെയ്യാനും ഒക്കെ നമ്മുടെ നാട്ടിലെ മഞ്ഞപ്പത്രങ്ങൾ കൂട്ടു നിൽക്കുകയാണ്. ഇതൊരിക്കലും സതീശൻ പറഞ്ഞിട്ടോ അല്ലെങ്കിൽ കോൺഗ്രസിലെ മറ്റാരെങ്കിലും പറഞ്ഞിട്ടോ ആണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഒരു കൂട്ടം ആളുകൾ ഈ ഒരു പിണറായി വിജയനെതിരെ, കമ്മ്യൂണിസത്തിനെതിരെ അല്ലെങ്കിൽ പിണറായി വിരുദ്ധത എന്ന പേരിട്ടുകൊണ്ട് വലിയ രീതിയിലാണ് ആഞ്ഞടിക്കുന്നത്. അത് സൈബർ ഇടങ്ങളിലാണെങ്കിലും അല്ലാതെ മാധ്യമ രംഗത്താണെന്നുണ്ടെങ്കിലും എല്ലായിടത്തും ഒരുപോലെ തന്നെയാണ്. ഞാനിടുന്ന പല വീഡിയോയുടെയും കമൻറ്റ് ബോക്സിന് താഴെ വന്നിരുന്നിട്ട് കമൻ്റ് ഇടുന്ന തന്തയ്ക്ക് പുറക്കാഴിക പറയുന്ന കുറച്ച് മക്കളുണ്ട്. ആ മക്കളും ഇതേപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ വാരി പിടുങ്ങിയിട്ടായിരിക്കും ഈ വന്നിരുന്ന് സംസാരിക്കുന്നത്. കാര്യങ്ങൾ എന്തെങ്കിലും പറയുന്ന സമയത്ത്, സത്യമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്ന സമയത്ത് ഇങ്ങനെ ഈ തോന്നിവാസവും തന്തയില്ലായ്മയും പറയാനായിട്ട് നാണമാവില്ല എന്നാണ് ഞാൻ ഈ എടുത്ത് ചോദിക്കുന്നത്. വികസനങ്ങളെപ്പറ്റി പറയുമ്പോൾ ഇവന്മാർക്ക് പറയാനുള്ളത് ജാതിയും മതവും അതേപോലെ തന്നെ തരവഴിയുമൊക്കെയാണ്, അല്ലാതെ ഒന്നും പറയാനില്ല. വികസനങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ ഇവിടെ LDF സർക്കാർ വികസനങ്ങൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് ചൂണ്ടിക്കാണിക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ചൂണ്ടിക്കാണിക്കാനുള്ളത്? ഞാൻ ഇന്ന പാർട്ടി എന്നൊന്നും പറയുന്നില്ല. ഈ അനുകൂലിക്കുന്ന അനുകൂലികളോടാണ് ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്, അല്ല നിങ്ങൾക്ക് എന്താണ് ചൂണ്ടിക്കാണിക്കാനുള്ളത്? ഒരു വികസനം എടുത്ത് പറയാനായിട്ട് നിങ്ങളെ കൊണ്ട് സാധിക്കുന്നുണ്ടോ? സാധിക്കത്തില്ല. കാരണം എടുത്തു പറയാനായിട്ട് നിങ്ങളുടെ ഈ വികസനങ്ങളില്ല, കല്ലിടിയിൽ മാത്രമേ ഉള്ളൂ. ആ കല്ലിട്ടതിന് പുറത്ത് കുറച്ച് സിമെന്റ് വിട്ട് കുറച്ച് കട്ടയും കെട്ടി അല്ലെ പില്ലറൊക്കെ വാർത്ത് പണിഞ്ഞെടുത്ത ആരാണ്? ഇടതുപക്ഷമാണ്. അതുകൊണ്ട് തന്നെയും ഈ ഇടതുപക്ഷം എന്ന് പറയുന്നൊരു പാർട്ടി ഹൃദയപക്ഷം എന്ന പേരിൽ തന്നെ കേരളത്തിലെ എല്ലാ ജനങ്ങളുടെയും മനസ്സിലുണ്ടാവും. അതില്ലാന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. ഇത് പറയുമ്പോൾ ചില ആളുകൾ പറയും, നീ അങ്ങോട്ട് മാറി ഇരുന്ന് കരഞ്ഞോ, എന്തൊരു കമ്മിയാടാ നീ, നാണമില്ലാത്ത അന്തം കമ്മിയല്ലേ, അടിമക്കമ്മിയല്ലേ എന്നൊക്കെ. ഇവന്മാരെ ഏത് പേരിൽ വിളിക്കണം എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ ചിന്തിക്കാവുന്നതേ ഉള്ളൂ. നമ്മുടെ കൺമുൻപിൽ കാണുന്ന വികസനങ്ങളെ അതില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ മെഴുകി തീർക്കാനായിട്ട് ശ്രമിക്കുന്ന കുറച്ച് ആളുകളാണ്. പിന്നെ വേറൊരു കാര്യം, വയനാടിൻ്റെ ആ ഒരു വീടിന് വേണ്ടിയിട്ട് കേരളത്തിലെ ജനങ്ങളിൽ നിന്ന് പിരിച്ച ഫണ്ട് എവിടെയെന്ന് ചോദിക്കുന്ന ചില മക്കളും ഉണ്ട്. എടാ, ഈ 178 വീടുകൾ പണിത് കൊടുത്തിരിക്കുന്നത് വെറുതെ ഇങ്ങനെ എന്താ പറയുക, 1 ലക്ഷം രൂപ വെച്ചിട്ട് 10 വീട് പണിഞ്ഞു കൊടുക്കുന്ന ഒരു പദ്ധതിയിൽ കൂടി പണിതല്ല. ആ വീടിൻ്റെ എല്ലാ ഘട്ടമായിട്ട് എല്ലാ അതിൻ്റെ സുരക്ഷാ സംവിധാനങ്ങളും ഒരുക്കിക്കൊണ്ട് അതിൻ്റെ സുരക്ഷകളെല്ലാം പരിശോധിച്ചതിന് ശേഷമാണ് അവിടേക്ക് ഈ ദുരന്തബാധിതരെ കയറ്റി താമസിപ്പിക്കുന്നത്. കാരണം ഇനിയൊരു പ്രളയം വന്നു കഴിഞ്ഞാൽ, ഇനിയൊരു മണ്ണിടിച്ചിൽ വന്നു കഴിഞ്ഞാൽ ഒന്നും സംഭവിക്കാത്ത രീതിയിലേക്ക് വേണ്ടിയിട്ട്, അങ്ങനെ ഉണ്ടാവാതിരിക്കട്ടെ, അങ്ങനെ വലിയ സംഭവങ്ങൾ, വലിയ കേടുപാടുകളൊന്നും സംഭവിക്കാത്ത രീതിയിൽ അത്യാധുനിക ടെക്നോളജികൾ ഉപയോഗിച്ചുകൊണ്ടാണ് ആ വീട് നിർമ്മിച്ചിരിക്കുന്നത്. അതിന് ചിലവാകുന്നത് ലക്ഷങ്ങളല്ല കോടികളാണ്. അങ്ങനെ ആ വീട് പണിയാനായിട്ട് ഉപയോഗിക്കുന്ന ഫണ്ടിന് മാത്രമല്ല ഈ പറയുന്ന ടൗൺഷിപ്പിൽ അല്ലെങ്കിൽ ഈ പറയുന്ന ഈ പൊതുഖജനാവിൽ നിന്ന് പണമെടുത്തിരിക്കുന്നത്. വയനാട്ടുകാർക്ക് മുടങ്ങാതെ കൊടുത്തിരുന്ന പെൻഷൻ, വയനാട്ടുകാർക്ക് കൊടുത്തിരുന്ന ദിനപത്ത, അവർക്ക് വീട് വേണ്ടാത്തവർക്ക് അതിന് 15 ലക്ഷം രൂപ, തൊഴിലില്ലാത്തവർക്ക് തൊഴിലിന് വേണ്ടി അല്ല തൊഴിൽ കണ്ടെത്തുന്നത് വരെ പണം എന്നൊക്കെ പറയുന്ന ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നു. ഇതൊന്നും നിങ്ങളുടെ കണ്ണുകളിൽ കാണില്ലല്ലോ. നിങ്ങളുടെ കണ്ണുകളിലൊക്കെ കാണുന്നത് വർഗീയതയും ജാതീയതയും മതവിദ്വേഷവും ഇതൊക്കെയാണ്.
ജനങ്ങളെ മനസ്സിലാക്കാതെ, ജനങ്ങളുടെ ഹിതം മനസ്സിലാക്കാതെ പ്രവർത്തിക്കുന്ന ഒരു കൂട്ടം ആളുകളുടെ സംഘടനയായിട്ട് ചില പാർട്ടികൾ മാറിയിരിക്കുന്നു എന്നുള്ളൊരു കാര്യത്തിലും ഒരു സംശയവുമില്ല. അപ്പം ഞാൻ കണ്ട കുറച്ച് പോസ്റ്റുകളൊക്കെ ഉണ്ടായിരുന്നു. ആ പോസ്റ്റുകളൊക്കെ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഞാൻ ഇന്ന് രംഗത്തേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ മുഖ്യമന്ത്രിക്കെതിരെ ഒരു ക്യാമ്പയിൻ എന്നോണം തന്നെ നെഗറ്റീവ് ക്യാമ്പയിൻ നടക്കുന്നുണ്ടെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. അത് പല രീതിയിൽ പല സമയങ്ങളിൽ കൂടിയൊക്കെയാണ് നടന്നുകൊണ്ടിരുന്നത്. ഞാനൊരു വേറൊരു വീഡിയോ കൂടി നിങ്ങളെ കാണിച്ചു തരാം. UDF സർക്കാർ സുനാമി ദുരിതബാധിതർക്ക് വേണ്ടിയിട്ട് നൽകിയിരിക്കുന്ന ഒരു വീടിൻ്റെ ഒരു അവസ്ഥയുണ്ടായിരുന്നു. ഞാൻ ആ ഒരു വീഡിയോ കൂടെ നിങ്ങളെ എന്തായാലും കാണിക്കുമ്പോൾ ഏകദേശ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. കുടിവെള്ളത്തിനുള്ള സൗകര്യവുമില്ല. പ്രായപൂർത്തിയായ കുട്ടികളും വൃദ്ധരായ മാതാപിതാക്കളുമായി ഒരു മുറിയിൽ എങ്ങനെ താമസിക്കുമെന്നാണ് വീട് ലഭിച്ചവരുടെ ചോദ്യം. കല്യാണമോ മരണമോ ഉണ്ടായാൽ വട്ടം കറങ്ങേണ്ടി വരുമെന്നാണ് എല്ലാവരും പറയുന്നത്. ഇതാണ് LDF സർക്കാരിൻ്റെ വീട്. ഈ നന്ദികേടും വർഗീയതയും ഒക്കെ പറയുന്ന ചില മക്കളോട് ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട്. എൻ്റെ ചെറുപ്പ കാലഘട്ടങ്ങളിൽ UDFൻ്റെ ഭരണകാലങ്ങളിൽ നമ്മുടെ അവിടെയും, എൻ്റെ വീട് പത്തനംതിട്ടയാണ്, അവിടെ പല ആളുകൾക്കും വീട് നൽകി കൊടുക്കാനായിട്ട് UDF മുന്നിലേക്ക് വന്നിട്ടുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. അങ്ങനെ കിട്ടിയിട്ടുള്ള അവരുടെയൊക്കെ വീടിൻ്റെ അവസ്ഥകൾ നിങ്ങൾ പലയിടങ്ങളിലും നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. എല്ലാ വീടുകളുടെയും മുൻപിൽ തറയുടെ പണി പോലും പൂർത്തിയാക്കാത്ത വീടുകളൊക്കെയാണ്. ജസ്റ്റ് ഒരു 4 ചുവരുകൾ മാത്രം വെച്ച് കൊടുക്കുകയാണ് ഇവർ ചെയ്യുന്നത്. എന്തെങ്കിലും ആയിക്കോട്ടെ, വീട് കൊടുത്തല്ലോ, അതാണ് അൾട്ടിമേറ്റ് എന്നുള്ളതുകൊണ്ട് വീട് കിട്ടി. ആ വീടിൻ്റെ മുൻവശത്ത് ഒരു വലിയ റൗണ്ട് ഇങ്ങനെ വരച്ചിട്ട് അതിനകത്ത് കെട്ടിട നമ്പറും സർക്കാരിൻ്റെ എന്തൊക്കെയോ ഒരു നമ്പറൊക്കെ എഴുതിയിടാറുണ്ട്. എന്നാൽ പിണറായി വിജയൻ കൊടുത്തിരിക്കുന്ന വീടുകളിൽ, പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു സഖാവ് കൊടുത്തിരിക്കുന്ന വീടുകളിൽ ഇങ്ങനെ എന്തെങ്കിലും മാർക്ക് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് പറയണം. ഈ കമൻറ്റ് ബോക്സിൽ വന്ന് തന്നെ നിങ്ങൾ പറയണം. വയനാട്ടിൽ കൊടുത്തിരിക്കുന്ന ഏതെങ്കിലും വീടുകളുടെ മുൻപിൽ അങ്ങനെ ഒരു ഫലകം, എന്തെങ്കിലും ഇവർ പിണറായി വിജയനാണ് നടപ്പിലാക്കിയത് അല്ലെ പണിതതെന്ന് പറഞ്ഞൊരു ഫലകം ഉണ്ടോ എന്ന് നോക്കണം. അതേപോലെ തന്നെ വീടിന് കെട്ടിട നമ്പർ എന്ന് പറയുന്നത് പോലെ തന്നെ സർക്കാരിൻ്റെ ഒരു സീല് വെച്ചൊരു നമ്പർ എഴുതിയിട്ടുണ്ടോ എന്ന് നോക്കണം. ഇനി അതുമല്ലെങ്കിൽ എന്തെങ്കിലും ഫോട്ടോ, ഏതെങ്കിലും വലിയ രാഷ്ട്രീയ നേതാക്കന്മാരുടെയൊക്കെ ഫോട്ടോ അവരവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കണം. ഇതൊന്നും നോക്കാതെ വെറുതെ വന്ന് കിടന്നങ്ങ് മെഴുകുകയാണ്. വെറുതെ വായ്ത്താളം വിട്ടുകൊണ്ടിരിക്കുന്ന കുറച്ച് മക്കളാണ് സൈബർ ഇടങ്ങളിൽ, സൈബർ പോരാളികൾ. നാണമില്ലാത്ത വേറെ പേരുകളൊക്കെ വിളിക്കണം, ഞാൻ എന്തായാലും അതിലേക്ക് പോകുന്നില്ല. എന്തായാലും പിണറായി വിജയൻ തന്നെയായിരുന്നു ശരിയെന്ന് കാലം തെളിയിക്കുമെന്നൊക്കെ നമ്മളെപ്പോഴും പറയുന്നത് പോലെ ആ കാലം തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്തായിരുന്നു ആ മനുഷ്യനെന്നും, എന്തിൻ്റെ പേരിലാണ് ആ മനുഷ്യൻ വേട്ടയാടപ്പെട്ടതെന്നും, എന്തിൻ്റെ പേരിലാണ് ഇന്നും വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത്, നമ്മുടെ നാട്ടിലെ വൃത്തികെട്ട ജനങ്ങൾ എന്തിൻ്റെ പേരിലാണ് അയാളെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നതെന്നുമുള്ള അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കൂടുതൽ നമുക്ക് വ്യക്തമായിക്കൊണ്ടിരിക്കുകയാണ്. ആരൊക്കെ എങ്ങനെയൊക്കെ വേട്ടയാടിയാലും, ഏതൊക്കെ രീതിയിൽ തകർത്തെറിയാൻ നോക്കിയാലും വികസനങ്ങളായിരുന്നു അയാളുടെ ലക്ഷ്യം. ഈ നാട്ടിലെ ജനങ്ങളുടെ അവരുടെ സ്വൈര്യ ജീവിതമായിരുന്നു അയാളുടെ ആഗ്രഹം, അല്ലെങ്കിൽ അതിനുവേണ്ടിയാണ് അയാൾ പണിയെടുത്തത്. ആ ചെയ്ത പണി കൃത്യമായിട്ടും നല്ല വൃത്തിയായിട്ടും പൂർത്തിയാക്കാൻ സാധിച്ചു എന്നുള്ളതും അയാളുടെ വിജയം തന്നെയാണ്. എന്തായാലും ആ വിജയത്തിനൊപ്പം തന്നെയാണ് കേരളത്തിലെ നല്ലൊരു ശതമാനം ജനങ്ങളും. ഈ മോശം പറയുന്ന ആളുകൾ ആളുകളുടെ ഒപ്പമാണ്, എന്ത് ആനുകൂല്യം പ്രതീക്ഷിച്ചാണ് പറയുന്നതെന്നുള്ളതും നമുക്ക് കാര്യമായിട്ട് അറിയില്ല. എന്തായാലും നല്ലത് ചെയ്താൽ നല്ലത് മാത്രം സംഭവിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ അവസാനിക്കുകയാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഓക്കെ.